സിദ്ദിഖ് തിരുവണ്ണൂർ. ഇന്ന് ഗ്രീൻ വെജിൻ്റെ ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പറയാൻ പോകുന്നത്, നമ്മുടെ വീടിൻ്റെ പരിസരത്ത് നല്ല സൂര്യപ്രകാശമുള്ള സ്ഥലമുണ്ടെങ്കിൽ അവിടെ നമുക്ക് മണ്ണിൽ നല്ല രീതിയിൽ കൃഷി ചെയ്യാൻ പറ്റും. പലരും പറയാറുള്ളത് ഈ മണ്ണിൽ കൃഷി ചെയ്യുമ്പോൾ നമുക്കത്ര നല്ല രീതിയിൽ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. എന്നാൽ മണ്ണ് കൃഷി ചെയ്യുമ്പോൾ ചെറിയ സ്ഥലമൊക്കെ ആണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് കൃത്യമായിട്ട് ഞാൻ നിങ്ങളോടൊരു വീഡിയോയിൽ അവതരിപ്പിക്കുകയാണ്. ഈ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും മുഴുവനായിട്ട് കാണണം. ഗ്രീൻ വെജിന് നമ്മുടെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. പരമാവധി ആളുകളിലേക്ക് നിങ്ങൾ ഇതെത്തിച്ചു കൊടുക്കണം. വളരെ സിമ്പിളായിട്ട് നമുക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു കൃഷി രീതിയാണ് ചെയ്യുന്നത്. നമ്മൾ ആദ്യമായിട്ട് ഒരു ഫൂട്ട് നീളം വീതി ആഴത്തിലൊക്കെ കുഴിയെടുത്ത് അതിന് നമ്മൾ കരിയിലകളൊക്കെ നിറച്ച് ഈ ഒരു ഒന്നാമത്തെ ഘട്ടത്തിൽ ചിലപ്പോൾ നമുക്ക് അത്ര വിജയം കണ്ടിട്ടില്ലെങ്കിലും പിന്നീട് അങ്ങോട്ടുള്ള ഘട്ടങ്ങളിൽ നമുക്ക് തീരെ സാമ്പത്തികമായി ബാധ്യത വരാത്ത, പിന്നീട് നല്ല അതൊക്കെ വളമായി മാറി മഴ പെയ്യുന്ന സമയത്ത് പോലും അത് ഭൂമിയിലേക്ക് വെള്ളമിറങ്ങുന്ന രീതിയിലേക്ക് ഉള്ള ഒരു സംവിധാനവും കൂടെയാണ് നിങ്ങൾക്ക് ഇന്ന് ഈ വീഡിയോയിലൂടെ കാണിച്ചിരുന്നത്. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഈ വീഡിയോ നിങ്ങൾ കണ്ട് തീർത്ത് നിങ്ങളുടെ വീടുകളിൽ ഇത് പ്രാവർത്തികമാക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ആദ്യമായി നമ്മൾ നല്ല സൂര്യപ്രകാശമുള്ള സ്ഥലം തിരഞ്ഞെടുക്കുക. അവിടെയുള്ള കളകളൊക്കെ ഒഴിവാക്കിയതിന് ശേഷം ഒരു ഫൂട്ട് നീളം വീതി ആഴത്തിലുള്ള കുഴികൾ എടുക്കുക. എടുത്തതിന് ശേഷം ആ മണ്ണുകൾ അതിൻ്റെ അടുത്ത് തന്നെ നമ്മൾ എടുത്തു വെക്കുക. കാരണം ഏറ്റവും വളക്കൂറുള്ള മണ്ണാണ് ഇത്. അതിനുശേഷം നമ്മൾ കരിയിലകൾ ശേഖരിച്ച് പരമാവധി ഈ കുഴികളിൽ അരഭാഗം നിറയ്ക്കുക. അതിൻ്റെ കൂടെ ചാണകപ്പൊടി, ആട്ടിൻകാഷ്ടം, കോഴിക്കാഷ്ടം നമുക്ക് കിട്ടുന്നതൊക്കെ നമുക്കതിൽ ഉപയോഗിക്കാവുന്നതാണ്. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ഈ എടുത്തു വച്ചിട്ടുള്ള ഈ മണ്ണ് നമ്മൾ നല്ലവണ്ണം തരിക്കുക. ആ കല്ലുകളൊക്കെ പോക്കിയതിന് ശേഷം നല്ലവണ്ണം തരിച്ച് ആ കുഴികളിലേക്ക് തന്നെ നമ്മൾ നിക്ഷേപിക്കുക. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് വേണ്ട പ്രധാനപ്പെട്ട വളങ്ങളെന്ന് പറയുന്നത് എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക്, കടലപ്പിണ്ണാക്ക്, അതുപോലെ ഡോളമേറ്റ്, രാജ്ഫോസ് എന്നിവ ഓരോ പിടി നമ്മൾ ഈ ഒരു കുഴികളിൽ നമ്മൾ നിക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ചെടിക്ക് വേണ്ട എല്ലാ വളങ്ങളും നമുക്കിതിലൂടെ ലഭിക്കും. ഇതൊക്കെ വളരെ വിലക്കുറവുള്ള സാധനങ്ങളാണ്. അപ്പോൾ അത് നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. അതിനുശേഷം നമ്മൾ നല്ലവണ്ണം ഈ മിക്സ് ചെയ്യുക. എല്ലാം കൂടെ നല്ലവണ്ണം മിക്സ് ചെയ്ത് നനച്ച് കൊടുക്കുക. ഒരു 4-5 ദിവസം കഴിഞ്ഞതിന് ശേഷം നമ്മൾ തൈകൾ നടുക. ഇത് ഞങ്ങൾ നട്ടിട്ടുള്ള തൈകൾ അത് നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള ആ ഒരു സ്ഥലത്തുള്ള വീഡിയോ ആണ്. ഇപ്പോൾ ഇന്നലെ നമ്മൾ പോയതിന് ശേഷം ഏറ്റവും നല്ല വിളവ് ആയി കഴിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് ഈ കുഴി എന്നും നിലനിൽക്കും. ഇനി അടുത്ത പ്രാവശ്യം നമ്മൾ കൃഷി, നമുക്കറിയാം ചിലതൊക്കെ 3 മാസം ഉണ്ടാവുള്ളൂ. ആ 3 മാസം കൊണ്ട് നമുക്ക് പിന്നെയും ഒരു ചെറിയൊരു കൈക്കോട്ടെടുത്ത് നമുക്ക് കൊത്തിയതിന് ശേഷം വീണ്ടും ഇതുപോലെ ചെറിയ ചെറിയ വളങ്ങൾ നമുക്ക് ചെയ്ത് ഇത് നല്ല രീതിയിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്നുള്ളതാണ്. വളരെ സിമ്പിളാണ്, എല്ലാവർക്കും ചെയ്യാവുന്നതാണ്. വേറൊരു ഗുണം എന്ന് പറയുന്നത്, ഈ കുഴി നിലനിൽക്കുമ്പോൾ മഴ പെയ്യുന്ന സമയത്ത് മണ്ണിര വന്ന് മുകളിലേക്ക് വരുന്നത് കൊണ്ട് ഒരുപാട് ഹോൾസുകൾ ഉള്ളത് കൊണ്ട് നമുക്ക് മണ്ണിലേക്ക് വെള്ളം ഇറങ്ങാൻ ഒരു കുഴിയും കൂടെ ആകും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതിനാൽ പരമാവധി ആളുകൾ ഈ ഒരു കൃഷി രീതി അവലംബിച്ച് എല്ലാവരും കൃഷിയിലേക്ക് ഇറങ്ങണം.